ശബരിമല ഇങ്ങനെ ആളിക്കത്തി നിൽക്കുമ്പോഴല്ലേ ഇപ്പോഴത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. അതെ, CPM 99 സീറ്റായിരുന്നു. അതങ്ങനെ കിട്ടി. പ്രയാസകരമായ തെരഞ്ഞെടുപ്പുകളിൽ CPM LDF അഭിമാനകരമായ നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. തൃപ്പൂണിത്തുറയിൽ നിന്നും എറണാകുളത്ത് നിന്നും മറ്റ് പലയിടത്തുനിന്നുമായിട്ട് കോൺഗ്രസിന് പൂർണ്ണമായും അനുകൂലമായ നിലയിൽ പ്രദേശങ്ങൾ ചുരണ്ടിയെടുത്ത് രൂപീകരിച്ച മണ്ഡലമാണ് തൃക്കാക്കര. ഞാനോ അല്ലെങ്കിൽ LDF അറിയാതെ കോൺഗ്രസിനകത്ത് വലിയ തോതിലുള്ള ഒരു വിസ്ഫോടനം അല്ലെങ്കിൽ സ്ഫോടനാത്മകമായ അന്തരീക്ഷം രൂപപ്പെട്ടു വന്നു. രണ്ട് ഗോവിന്ദന്മാരും തമ്മിൽ ഒരു താരതമ്യത്തിന് ഒരർത്ഥമില്ല. എന്തെല്ലാം വന്നാലും പറവൂർ എന്നത് ഒരു ഇടതുപക്ഷ മണ്ഡലമാണ്, പ്രത്യേകിച്ച് CPM മണ്ഡലമാണ്. നമസ്കാരം. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് മലയാളികൾക്ക് പരിചയപ്പെടുത്തേണ്ട ഒരാവശ്യവുമില്ലാത്ത ഒരു പൊതുപ്രവർത്തകനാണ്. മുൻ MP, MLA, പ്രമുഖ മാധ്യമപ്രവർത്തകൻ, എഴുത്തുകാരൻ, പ്രഭാഷകൻ തുടങ്ങി വിവിധ മേഖലകളിൽ വിരാജിച്ചു നിൽക്കുന്ന മഹാവ്യക്തിത്വമാണ് സെബാസ്റ്റ്യൻ പോൾ. നമസ്കാരം സാർ. നമ്മൾ വീണ്ടും ഒരു ഇലക്ഷൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇലക്ഷൻ വിജ്ഞാപനം വരും. കുറേ ഇലക്ഷനെ നേരിൽ കണ്ട വ്യക്തി എന്നുള്ള നിലയിൽ ഈ ഇലക്ഷനെ എങ്ങനെയാണ് കാണുന്നത്? എനിക്ക് പ്രായപൂർത്തി വോട്ടവകാശം ലഭിക്കുന്നതിന് മുമ്പ്, അക്കാലത്ത് അത് 21 വയസ്സായിരുന്നു. അതെ, തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കൊക്കെ ഇടപെട്ട് തുടങ്ങിയ ആളാണ് ഞാൻ. എനിക്കത് ഒരു ഫാസിനേഷനായിരുന്നു. അക്കാലത്ത് ഇന്നത്തെ പോലെ ഒന്നും ആയിരുന്നില്ല തിരഞ്ഞെടുപ്പ് രീതികളും സംവിധാനങ്ങളും. കോൺഗ്രസ്സിന് ഇരട്ടക്കാളകളെ പൊട്ടിയ മുഖം, പെട്ടിയാണെന്ന് ഓരോ സ്ഥാനാർത്ഥിൻ്റെ പെട്ടിയിലും ചിഹ്നം പതിപ്പിച്ച്. എനിക്ക് കോൺഗ്രസിനോടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടും അന്ന് അത്ര ആഭിമുഖ്യം തോന്നായിരുന്നതുകൊണ്ട് ഞാൻ ഏതെങ്കിലും സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് വേണ്ടിയായിരുന്നു അന്നൊക്കെ പ്രചാരണത്തിന് ഇറങ്ങിയിരുന്നത്. സജീവമായി പോകും. പോളിംഗ് ദിവസം ബൂത്ത് ഏജൻ്റായും പ്രവർത്തിക്കുമായിരുന്നു. പക്ഷേ ഞാൻ തന്നെ സ്ഥാനാർത്ഥിയായി രംഗത്തേക്ക് വന്നത് വളരെ യാദൃശ്ചികമായിട്ടാണ്. തെരഞ്ഞെടുപ്പിൽ ഞാൻ കരുതിയിരുന്നത് ഒരു കോർപ്പറേഷനിലേക്ക് മത്സരിച്ച് ജയിക്കുക, അവിടെ നിന്ന് പടിപടിയായി പാർലമെൻറ്റ് വരെ എത്തുക എന്നൊക്കെ കരുതിയെങ്കിലും കോർപ്പറേഷനിലേക്കുള്ള എൻ്റെ 2 മത്സരങ്ങളും പരാജയത്തിലാണ് കലാശിച്ചത്. അങ്ങനെ ഇരിക്കുകയാണ് 1997 ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുന്നത്. അതിന് തലേവർഷം നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച CPM സ്ഥാനാർത്ഥി സേവ്യർ അറയ്ക്കൽ വിജയിച്ചു. പക്ഷെ അദ്ദേഹത്തിന് 1 വർഷം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അതിൻ്റെ മരണം സംഭവിച്ചു. പിന്നീടുണ്ടായ ഉപതെരഞ്ഞെടുപ്പ്, അങ്ങനെ അധികം സ്ഥാനാർത്ഥികളെയൊന്നും CPM എറണാകുളത്ത് ആലോചിക്കാനുണ്ടായിരുന്നില്ല. അന്നത്തെ പാർട്ടി ജില്ലാ സെക്രട്ടറി AP വർക്കിയായിരുന്നു. അദ്ദേഹത്തിന് എന്നോടൊരു പ്രത്യേകമായ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. ദേശാഭിമാനി പത്രവുമായി എനിക്ക് നല്ല അടുപ്പം ഉണ്ടായിരുന്നു. ഞാൻ പത്രത്തിൻ്റെ നിയമകാര്യ ലേഖകൻ ആയിട്ട് പ്രവർത്തിക്കുകയായിരുന്നു. ഇടതുപക്ഷ പൊതുയോഗങ്ങളിലൊക്കെ, ചെറിയ യോഗങ്ങളിലൊക്കെ എന്നെ പ്രസംഗിക്കാൻ വിളിക്കും, അവിടെയൊക്കെ പോവുകയും ചെയ്യുമായിരുന്നു. അപ്പോഴൊക്കെ ഈ ചന്ദ്രൻപിള്ള ഒരു തമാശയായിട്ട് പറയുമായിരുന്നു, സെബാസ്റ്റ്യൻ ഞങ്ങളുടെ കൂടെ ഒന്ന് നിന്ന് തന്നാൽ മതി, ആവശ്യം വരുമ്പോൾ ഞങ്ങളൊരു തന്നോളാം. അത് തന്നെയാണ് സംഭവിച്ചത്. അന്ന് നോമിനേഷൻ കൊടുക്കേണ്ട ദിവസമായപ്പോഴും CPM സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥ വന്നു. അന്ന് ചന്ദ്രൻപിള്ള, K. ചന്ദ്രൻപിള്ള മുൻ MP ആയിരുന്നു, ഇപ്പോൾ GCDA ചെയർമാൻ. ചന്ദ്രൻപിള്ളയാണ് വാസ്തവത്തിൽ എൻ്റെ പേര് AP വർക്കിയുടെ മുന്നിൽ വെച്ചത്. AP വർക്കിക്ക് ആലോചിക്കാനുണ്ടായിരുന്നത് MM ലോറൻസ്, KN രവീന്ദ്രനാഥ് തുടങ്ങിയ നേതാക്കന്മാരായിരുന്നു. എല്ലാം പെട്ടെന്ന് തീരുമാനമായി. അന്നത്തെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ അംഗീകാരവും ആ രാത്രിയിൽ തന്നെ കിട്ടി. അടുത്ത ദിവസം നോമിനേഷൻ കൊടുക്കുകയും ചെയ്തു. അന്ന് സെയിൻറ്റ് പോൾസ് കോളേജിലെ പ്രിൻസിപ്പൽ ആയിരുന്ന, പിന്നീട് PSC ചെയർമാനായ പ്രൊഫസർ ആൻ്റണി ഐസക് ആയിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥി. അദ്ദേഹം ജയിക്കാനായിരുന്നു കൂടുതൽ സാധ്യത. സ്വാഭാവികമായി സംഭവിക്കേണ്ടത് അതായിരുന്നു. പക്ഷേ വളരെ വാശിയേറിയ ഒരു തെരഞ്ഞെടുപ്പ് മത്സരം, ആ മത്സരം കഴിഞ്ഞപ്പോൾ ഞാൻ ജയിച്ചു.
അതിൽ നിന്ന് പഠിക്കേണ്ട ഒരു പാഠം ഞാൻ അന്ന് പഠിച്ചത്, സ്വന്തം സ്ഥാനാർത്ഥി ജയിക്കണം എന്ന് പാർട്ടി തീരുമാനിച്ചാൽ അത് ജയിച്ചിരിക്കും. പലപ്പോഴും തോൽവി ഉണ്ടാകുന്നത് ആ ഒരു തീരുമാനം, തീവ്രമായ ആഗ്രഹം, പൗലോ കൊയ്ലോ പറയുന്നത് പോലെ തീവ്രമായ ആഗ്രഹം പാർട്ടിക്ക് ഉണ്ടായില്ലെങ്കിൽ തോക്കുകയും ചെയ്യും. അങ്ങനെയാണ് ഞാൻ ആദ്യമായി 1997 ലോക്സഭയിലെത്തിയത്. അന്ന് ഞാനും എന്നെപ്പോലെ തന്നെ ഒരു ഉപതെരഞ്ഞെടുപ്പിലൂടെ ലോക്സഭയിലേക്ക് ജയിച്ചു വന്ന നവീൻ പട്നായിക്കും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് പരിചയപ്പെട്ടു, ഞങ്ങൾ ഒരുമിച്ചായിരുന്നു പ്രതിജ്ഞ എടുത്തത്. അദ്ദേഹം പിന്നീട് മുഖ്യമന്ത്രിയായി ഒഡീഷ. അപ്പോൾ ലോക്സഭയിലേക്ക് അങ്ങനെ കടന്നു വരുന്നതിന് ഒന്ന് PA സാക്മ സ്പീക്കറായിരുന്നു, IK ഗുജറാൾ പ്രധാനമന്ത്രിയായിരുന്നു. അങ്ങനൊരു നല്ല അന്തരീക്ഷത്തിൽ CPM-ൻ്റെ, ഞാൻ CPM അല്ല, സ്വതന്ത്ര MP ആണെന്ന് പറഞ്ഞാലും CPM ഗ്രൂപ്പിലാണ് ഇരുന്നിരുന്നത്, ബ്ലോക്കിൽ. അവിടെ ഞങ്ങളുടെ നേതാവായി സോമനാഥ ചാറ്റർജിയും ഉണ്ടായിരുന്നു. പക്ഷേ ആ ലോക്സഭയുടെ കാലാവധി കേവലം ഒരു 6 മാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്ക് ആ ലോക്സഭ പിരിച്ചുവിട്ട് പുതിയ തെരഞ്ഞെടുപ്പിലേക്ക് പോയി. അതുകൊണ്ട് വളരെ ഹ്രസ്വമായ ഒരു കാലയളവിലാണ് ഞാൻ അന്ന് MP ആയിരുന്നത്. പക്ഷേ കുറേയേറെ പ്രയോജനകരമായ കാര്യങ്ങൾ അതിനിടയിൽ ചെയ്യുന്നതിന് കഴിഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ടത് എടുത്തു പറയേണ്ടത് ഈ ഗോശ്രീ പാലങ്ങൾക്ക് ഉള്ള അനുമതി മേടിക്കും. കായൽ നികത്തി പാലം പണിയുന്നുള്ള, അത് K കരുണാകരൻ്റെ പ്രപ്പോസലാണ്, ഈ കായൽ നികത്തി പാലം പണിയുക എന്നുള്ളത്. ആ പണം കൊണ്ട് അതിന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ അനുമതി ആവശ്യമുണ്ടായിരുന്നു. അതിനുവേണ്ടി ഉണ്ടാക്കിയ ജിഡ എന്ന് പറഞ്ഞ്, അല്ല, ജിഡാവിന് ശേഷം വന്നത്. ശേഷം അപ്പോൾ അന്ന് കേന്ദ്രമന്ത്രി, പരിസ്ഥിതി മന്ത്രി, എൻവയോൺമെൻറ്റൽ മിനിസ്റ്റർ സൈഫുദ്ദീൻ സോസ് പ്രൊഫസറാണ്. ഞാൻ അദ്ദേഹത്തെ കണ്ടു. ഞങ്ങൾ തമ്മിൽ പ്രത്യേക ഇഷ്ടം വരെ ഉണ്ടായി, സംസാരവും. ഞങ്ങൾ പിന്നീട് വിദേശയാത്രയൊക്കെ നടത്തിയിട്ടുണ്ട്. അദ്ദേഹം അനുവാദം തന്നു. ആ അനുവാദം ഹൈക്കോടതിയിൽ ഹാജരാക്കി. ഹൈക്കോടതിയിൽ നിലവിലുണ്ടായിരുന്ന സ്റ്റേ വെക്കേറ്റ് ചെയ്തു. അങ്ങനെ ആവശ്യം വേണ്ടതായ കായൽ നികത്തി അത് വിറ്റ് ഈ ഗോശ്രീ പാലങ്ങൾ പണിയുന്നതിനുള്ള ഏർപ്പാടുകൾ മുന്നോട്ട് പോയി. ഈ കൊച്ചിയെ സംബന്ധിച്ചിടത്ത് വലിയൊരു മാറ്റത്തിൻ്റെ തുടക്കമായി. തീർച്ചയായും. ഞാനിപ്പോഴും ഓർമ്മിക്കുന്നു, ഞാൻ അന്ന് സ്ഥാനാർത്ഥിയായി വരുമ്പോൾ, അല്ലെങ്കിൽ MP ആയിരുന്നപ്പോഴും, നിരവധിയായ ഫെറി, ചങ്ങാടം, കാറും കയറ്റിക്കൊണ്ട് പോകണം ചങ്ങാടത്തിൽ. അങ്ങനെയായിരുന്നു ഈ കോൺസ്റ്റിറ്റ്യുവൻസി കവർ ചെയ്തിരുന്നത്. ഇവിടെ അങ്ങോട്ട് ചെന്നാൽ ഏലൂർ, വരാപ്പുഴ, എല്ലായിടത്തും ഫെറിയാണ്. തൃപ്പൂണിത്തുറ ഭാഗത്തേക്ക് പോയാലും നിരവധിയായ. പക്ഷെ അന്ന് പലതിൻ്റെയും പണി തുടങ്ങി, പലതും തുടങ്ങുന്നതിന് ഞാനൊരു കാരണക്കാരനായി. ഇപ്പോൾ ആ തൃപ്പൂണിത്തുറയ്ക്ക് പോകുമ്പോൾ എരൂർ, മാത്തൂർ ഒരു റെയിൽ ഓവർ ബ്രിഡ്ജുണ്ട്. അത് എൻ്റെ അടുത്ത് നിവേദനവുമായി അടുത്തൊരു കൗൺസിലർ വരുന്നു. ഞാൻ അതിൻ്റെ വിളിച്ച് ശ്രമിക്കുന്നു. അതൊക്കെ അനുവാദം കിട്ടുകയാണ്. കിട്ടുന്നതിനൊരു പ്രത്യേക കാരണം എൻ്റെ സാമർഥ്യം മാത്രമല്ല, എനിക്ക് ചില മുൻ പരിചയങ്ങളുണ്ടായിരുന്നു. അന്ന് ഞാൻ ചെല്ലുമ്പോൾ റെയിൽവേ മന്ത്രി രാംവിലാസ് പാസ്വാനാണ്. ചില കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ചെയ്യാവുന്നതാണെങ്കിൽ ഉടനെ അത് നടക്കും. പാസ്വാനായിട്ട് നേരത്തെ തന്നെ ബന്ധങ്ങളുണ്ടായിരുന്നു. എനിക്ക് നേരത്തെ ഉണ്ട്. കാരണം പാസ്വാൻ എറണാകുളത്ത് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്നതും കൂടെ സഞ്ചരിച്ചിരുന്നതും ഒക്കെ ഞാനായിരുന്നു. അങ്ങനെ ഒരു അടുപ്പവും ഉണ്ടായിരുന്നു. ഡൽഹിയിലെ അധികാര കേന്ദ്രങ്ങളിൽ കാര്യങ്ങൾ നീക്കണമെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നമുക്ക് കുറച്ച് പരിചയവും അടുപ്പവും ഒക്കെ ആവശ്യമുണ്ട്. പിന്നീട് വന്നപ്പോൾ ഒരു കാലത്ത് എനിക്ക് ലാലു പ്രസാദ് യാദവുമായിട്ടുള്ള അടുപ്പവും അങ്ങനെ പല പ്രയോജനങ്ങൾക്കും കാരണമായിട്ടുണ്ട്. അതൊക്കെ എനിക്കൊരു ജനതാ പാർട്ടി, ജനതാദൾ ബന്ധം, ആ പശ്ചാത്തലം ഉണ്ടായിരുന്നത് കൊണ്ടാണ്. ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ മറ്റു പലരും പലപ്പോഴായി പറഞ്ഞിട്ട് നടക്കാതിരുന്ന കാര്യങ്ങളായിരിക്കും. തീവണ്ടികളുടെ എണ്ണം, അതിനൊന്നും ഒരു ലിസ്റ്റ് എടുത്ത് പ്രദർശിപ്പിക്കാറില്ല എന്നേ ഉള്ളൂ. ഇപ്പോൾ പെട്ടെന്ന് എനിക്കൊരു വന്നത്, കൊച്ചി യൂണിവേഴ്സിറ്റിയിൽ റെയിൽവേ മന്ത്രി ലാലു പ്രസാദ് യാദവ് ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നു. ആ ഹാള് നിറയെ വിദ്യാർത്ഥികളാണ്. അതിൽ പലരും ബീഹാറുകാരുമാണ്. അപ്പോൾ ഞാൻ അടുത്തിരുന്ന് ഞാൻ ലാലു പ്രസാദിൻ്റെ ചെവിയിൽ പറഞ്ഞു, ഇവരെല്ലാം അങ്ങയുടെ സംസ്ഥാനത്തു നിന്നുള്ളവരാണ്. അതുകൊണ്ട് വലിയ അത്ഭുതമായി. കൊച്ചി യൂണിവേഴ്സിറ്റിയിൽ ഈ ബീഹാറിൽ നിന്ന് ഇത്രയും പേർ. അതിൽ പലരും മുൻനിരയിലിരുന്നതൊക്കെ ബീഹാറുകാർ തന്നെയായിരുന്നു. അവർ പക്ഷേ അവർക്കൊരു നേരിട്ട് പോകാനായിട്ട് തീവണ്ടിയില്ല എന്ന് പറഞ്ഞു.
അദ്ദേഹം ആ ഇരിപ്പിൽ അവിടെ ഇരുന്ന് ഒപ്പിട്ട് തന്നതാണ് എറണാകുളം പാറ്റ്ന. അത് ആ വണ്ടി ഇപ്പോഴും ഓടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളെ ഈ പാർലമെൻറ്റിൽ ബഹളം വെച്ച് അല്ലെങ്കിൽ ശബ്ദമുണ്ടാക്കി അങ്ങനെ മാത്രമല്ല കാര്യങ്ങൾ നേടുന്നത്. കാര്യങ്ങൾ അതിൻ്റേതായ ഒരു നയതന്ത്ര നീക്കങ്ങൾ കൂടി ആവശ്യമുണ്ട്. അതൊക്കെ പഠിക്കുന്നതിന് എൻ്റെ ഈ ആദ്യത്തെ കാലയളവ്, അത് ചെറിയ കാലയളവാണെങ്കിലും വളരെ സഹായകമായി. പിന്നീട് ഞാൻ തൊട്ടടുത്ത് ലോക്സഭ പിരിച്ചു വിട്ടതിന് ശേഷം വന്ന പൊതു തെരഞ്ഞെടുപ്പിൽ വീണ്ടും സ്ഥാനാർത്ഥിയായി. പക്ഷേ നഷ്ടപ്പെട്ട എറണാകുളം സീറ്റ് തിരിച്ചു പിടിക്കുന്നതിന് കോൺഗ്രസ് അന്ന് രംഗത്തിറക്കിയത് ഒരു ജനപ്രിയ നേതാവിനെയായിരുന്നു, ജോർജ് ഈഡൻ. ജോർജ് ഈഡൻ MLA ആയിരുന്നു. ഈഡൻ ജയിച്ചു. അപ്പോൾ നിയമസഭയിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് വന്നു. അവിടെയും പാർട്ടി എന്നെ സ്ഥാനാർത്ഥിയാക്കി. അവിടെയും ഞാൻ ജയിച്ചു. അങ്ങനെ MLAയുമായി നിയമസഭയിലും ലോക്സഭയിലും എറണാകുളത്തെ പ്രതിനിധീകരിക്കുന്നതിനുള്ള അവസരം കിട്ടി. അപ്പോൾ അന്ന് കേരളത്തിൽ LDF ഗവൺമെൻറ്റാണ്, ഇ കെ നായനാർ മുഖ്യമന്ത്രി. അപ്പോൾ അന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ ഇങ്ങനെ CPM പരാജയപ്പെട്ട് നിൽക്കുന്ന സാഹചര്യത്തിലാണ് എറണാകുളത്ത് നിന്നൊരു വിജയം പാർട്ടിക്കുണ്ടാകുന്നത്. അത് നിയമസഭയിൽ തന്നെ പല പ്രാവശ്യം പ്രതിപക്ഷത്തിനെതിരെ ഒരു ആക്രമിക്കണമെന്ന് തോന്നുമ്പോൾ മുഖ്യമന്ത്രി നായനാർ എൻ്റെ പേരെടുത്ത് പറഞ്ഞ് ഇക്കാര്യം പറയുമായിരുന്നു, എറണാകുളം ഞങ്ങൾ പിടിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞു. അന്നാണ് ഇതിലൊക്കെ ഞാൻ ഉപതെരഞ്ഞെടുപ്പിലേ ജയിക്കൂ എന്നൊരു വിശ്വാസം കൊണ്ടുവന്നത്. അന്ന് ജോൺ ബ്രിട്ടാസ് പറഞ്ഞത് ഉപതെരഞ്ഞെടുപ്പുകളിലെ രാജകുമാരൻ എന്നാണ്. സെബാസ്റ്റ്യൻ ബൈപ്പോൾ എന്ന് പറഞ്ഞു. സെബാസ്റ്റ്യൻ ബൈപ്പോൾ എന്നും ഒരു പരാമർശം അന്നുണ്ടായിട്ടുണ്ട്. പക്ഷെ അത് മുഴുവനും ശരിയല്ല. ഞാൻ ലോക്സഭയിലേക്ക് 4 പ്രാവശ്യവും നിയമസഭയിലേക്ക് 2 മണ്ഡലങ്ങളിലായി 4 പ്രാവശ്യവും മത്സരിച്ചിട്ടുണ്ട്. ലോക്സഭയിലേക്ക് 4-ൽ 3 ജയിച്ചു. അത് 3-ൽ 2 ഉപതെരഞ്ഞെടുപ്പാണ് എന്നത് വസ്തുതയാണ്. നിയമസഭയിലേക്ക് മത്സരിച്ച 4-ൽ 1 ജയിച്ചു. ജയിക്കാൻ സാധ്യത വളരെ കുറഞ്ഞ മണ്ഡലങ്ങളിലാണ് ഞാൻ മത്സരിച്ചിട്ടുള്ളത്. ഒന്ന് എറണാകുളം ലോക്സഭാ മണ്ഡലം, വളരെ ബുദ്ധിമുട്ടുള്ള മണ്ഡലമാണ്. അതിന് അപ്പുറത്ത് അവസരമെത്തിയപ്പോൾ ഈ തൃക്കാക്കര മണ്ഡലം ഞാൻ മത്സരിക്കുമ്പോൾ ലോക്സഭയിൽ ഇല്ല, അങ്ങനെ മണ്ഡലമില്ല. ആ പ്രദേശങ്ങൾ എറണാകുളം ലോക്സഭയുടെ ഭാഗമാണ്. തൃപ്പൂണിത്തുറയിൽ നിന്നും എറണാകുളത്ത് നിന്നും മറ്റ് പലയിടത്തുനിന്നുമായിട്ട് കോൺഗ്രസ്സിന് പൂർണ്ണമായും അനുകൂലമായ നിലയിൽ പ്രദേശങ്ങൾ ചുരണ്ടിയെടുത്ത് രൂപീകരിച്ച മണ്ഡലമാണ് തൃക്കാക്കര. ആര് നിന്നാലും ജയിക്കുന്നുള്ള അവസ്ഥയിൽ കെ ബാബു പിന്നീട് അത് പറഞ്ഞിട്ടുണ്ട്. അതെ, ആണ് ഏറ്റവും സുരക്ഷിതമായി മണ്ഡലം സൃഷ്ടിച്ചെടുത്തതാണ്. പക്ഷെ ബാബു അവിടെ മത്സരിച്ചില്ല. ബാബു തൃപ്പൂണിത്തുറ തന്നെ മത്സരിച്ച് അന്ന് ജയിക്കുകയും ചെയ്തു. പകരം ബെന്നി ബെഹനാനാണ് അതിൻ്റെ പ്രയോജനം കിട്ടിയത്. അതുകൊണ്ട് തൃക്കാക്കരയിലെ ഇപ്പോൾ ചില ഉപതെരഞ്ഞെടുപ്പ് വിജയമൊക്കെ കോൺഗ്രസ് വലിയ രീതിയിൽ ആഘോഷിക്കുമ്പോൾ അങ്ങനെ ആഘോഷിക്കാനുള്ള ഒന്നും അവിടെ ഇല്ല. കാരണം തൃക്കാക്കര അത് കോൺഗ്രസ്സിനുള്ളതാണ്. എന്തെങ്കിലും വലിയ അത്ഭുതം സംഭവിച്ചെങ്കിൽ മാത്രമേ അവിടെ ഒരു മറ്റൊന്ന് ഉണ്ടാവുള്ളൂ. അപ്പോൾ വളരെ പ്രയാസകരമായ മണ്ഡലങ്ങളിൽ, പ്രയാസകരമായ തിരഞ്ഞെടുപ്പുകളിൽ CPMനും LDFനും അഭിമാനകരമായ നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകത ഒക്കെ ആയിരിക്കും. എനിക്കറിയില്ല എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന്. കാരണം എല്ലാ മണ്ഡലങ്ങളിലും പാർട്ടിക്ക് അവരുടെ ചിഹ്നത്തിൽ സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിച്ച് ജയിപ്പിക്കാൻ കഴിയുമെന്നിരിക്കെ എറണാകുളത്ത് വരുമ്പോൾ പാർട്ടിയുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നു. സ്വന്തം ചിഹ്നത്തിൽ സ്ഥാനാർത്ഥിയെ നിർത്താൻ പോലും പാർട്ടിക്ക് ഇപ്പോഴും മടിയാണ്. എനിക്ക് ശേഷം വന്നിട്ടുള്ള പല സ്ഥാനാർത്ഥികളെയും ഫുട്ബോൾ, സ്ലേറ്റ്, പുസ്തകം ഇങ്ങനെയൊക്കെയുള്ള അടയാളങ്ങളിലാണ് മത്സരിപ്പിക്കുന്നത്. മത്സരിക്കുമ്പോൾ ഒന്ന് കാറായിരുന്നു. ഞാൻ ആദ്യം മത്സരിച്ച വാസ്തവത്തിൽ സേവർ അറയ്ക്കലിൻ്റെ ചിഹ്നം ഒന്നിലേക്ക് സൈക്കിൾ ആണ് ആവശ്യപ്പെട്ടതെങ്കിലും സൈക്കിൾ അപ്പോഴേക്കും കേരള കോൺഗ്രസിൻ്റെ ചിഹ്നമായി. പിന്നെ തിരഞ്ഞെടുത്തത് കാർ ആയിരുന്നു. കാർ എനിക്കൊരു ആശങ്ക ഉണ്ടായിരുന്നെങ്കിലും പെട്ടെന്ന് കാർ ഒരു കൗതുക ചിഹ്നമായി മാറി. അനൗൺസ്മെൻ്റ് അങ്ങനെ ഇപ്പോഴും ഓർക്കുന്നു, അധ്വാനിക്കുന്ന തൊഴിലാളികളുടെ അടയാളം എന്നാണ്. ടാക്സിക്കാർ എന്നുള്ള രീതിയിൽ. അപ്പോൾ ആരെയും ചോദിച്ചാൽ ഇത് കാറിൽ പോകുന്നവരാണ് അധ്വാനിക്കുക. അതല്ല, ടാക്സിക്കാരാണ് ഞങ്ങളുടെ ചിഹ്നം എന്നൊക്കെ തമാശയൊക്കെ പറയുമായിരുന്നു.
പക്ഷേ ആ തെരഞ്ഞെടുപ്പിലും തുടർന്ന് വന്ന 2-3 തെരഞ്ഞെടുപ്പുകളിലും കാർ ചിഹ്നത്തിലാണ് ഞാൻ മത്സരിച്ചത്. ഒടുവിൽ 2003 ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ കാർ ചിഹ്നവും നഷ്ടമായി. കാരണം അന്ന് വിശ്വനാഥ മേനോൻ ഇവിടുത്തെ മുൻ MP ആണ്. CPM-നോട് മടങ്ങി BJP പിന്തുണയോടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ലോക്സഭയിലേക്ക് മത്സരിച്ചു. അപ്പോഴാണ് അമ്പാടി വിശ്വനാഥനായത്. അപ്പോൾ അന്ന് ചിഹ്നം കാർ അദ്ദേഹത്തിന് കിട്ടി. പകരം എനിക്ക് കിട്ടിയ ചിഹ്നമാണ്, കിട്ടിയതല്ല തിരഞ്ഞെടുത്ത ചിഹ്നമാണ് ടെലിവിഷൻ. ടെലിവിഷന് വലിയൊരു സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ പ്രാധാന്യം, അർത്ഥപൂർണമായ പ്രാധാന്യം എൻ്റെ കാര്യത്തിലുണ്ടായി. ഒന്ന്, ഞാൻ അപ്പോഴേക്കും അറിയപ്പെടുന്ന ഒരു ടെലിവിഷൻ അവതാരകൻ താരം ഒക്കെയായി മാറി. എൻ്റെ കൈരളി ചാനലിലെ മാധ്യമ വിചാരം ഉൾപ്പെടെ ഇന്ത്യ വിഷൻ വന്നു, ഇന്ത്യ വിഷനിലെ ചാനൽ ചർച്ചകൾ. അപ്പോൾ അങ്ങനെ ബോധപൂർവം ഞാൻ തിരഞ്ഞെടുത്ത ചിഹ്നമാണ് ടെലിവിഷൻ എന്നൊരു പ്രതീതി പൊതുവെ ഉണ്ടായിരുന്നു. അതിനാൽ ആലോചിച്ചാൽ ഒരു സ്ഥാനാർത്ഥിയുടെ സ്വഭാവം, അയാളുടെ പ്രവർത്തന പശ്ചാത്തലം, അതുമൊക്കെയായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്ന ഒരു ചിഹ്നം അങ്ങനെ വേറെ കിട്ടില്ല. എനിക്കങ്ങനെ കിട്ടി. 2003 തെരഞ്ഞെടുപ്പ്, ഈ ഉപതെരഞ്ഞെടുപ്പുകളിലേക്ക് പറയുമ്പോൾ എനിക്കൊരു ദുഃഖം ഇപ്പോഴും മനസ്സിലുള്ളത്, ഇപ്പോൾ ലോക്സഭയിലേക്ക് ഞാൻ 2 ഉപതെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചു, 2ലും ജയിച്ചു. പക്ഷേ ആ 2 ഉപതെരഞ്ഞെടുപ്പും ഓരോ സിറ്റിംഗ് എം പിമാരുടെ മരണം കൊണ്ട് സംഭവിച്ചതാണ്. അതോർക്കുമ്പോൾ പ്രയാസവും തോന്നുന്നുണ്ട്. അവിടെ നമുക്ക് കൂടുതൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കാൻ കഴിയില്ല. പക്ഷേ 2003 ജോർജ് ഈഡൻ്റെ പെട്ടെന്നുണ്ടായ മരണം, ഞാനപ്പോഴേക്കും ഇതൊക്കെ നിർത്തി എന്നെ പാർട്ടി ദേശാഭിമാനിയുടെ ചുമതല ഏൽപ്പിച്ചു, അസോസിയേറ്റ് എഡിറ്റർ എന്ന നിലയ്ക്ക്. BS അച്യുതാനന്ദനായിരുന്നു ചീഫ് എഡിറ്റർ, പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി. അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സാമാന്യം എനിക്കൊരു സന്തോഷം തരുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമായിരുന്നു അന്ന്. പത്രത്തിനും പ്രയോജനമുണ്ടായിരുന്നു. അപ്പോഴാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് വരുന്നത്. അവിടെ ഒരു നാച്ചുറൽ ചോയ്സ് ഞാനാണ് എന്ന മട്ടിൽ ജനങ്ങളുടെ സംസാരം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് ആ തെരഞ്ഞെടുപ്പ് പല രീതിയിലും രാഷ്ട്രീയ പ്രാധാന്യമുള്ളതായിട്ട് മാറി. ഒന്ന്, കേരളത്തിൻ്റെ ആ രാഷ്ട്രീയ സ്വഭാവത്തിൽ മാറ്റം വന്നിരിക്കുന്നു എന്ന തിരിച്ചറിവ് CPM ഉൾപ്പെടെയുള്ള പാർട്ടികൾക്കും അന്ന് സംസ്ഥാനം ഭരിക്കുന്നവർക്കും AK ആൻ്റണി ഉൾപ്പെടെയുള്ളവർക്കും ഉണ്ടായത് അന്നാണ്. അതിൻ്റെ പ്രതിഫലനം 2004 കേരളത്തിൽ കാണുകയും ചെയ്തു. ആ 2003 ആ ഉപതെരഞ്ഞെടുപ്പിൽ ടെലിവിഷൻ ചിഹ്നമാക്കി ഞാൻ മത്സരിക്കുമ്പോൾ ഞാനോ അല്ലെങ്കിൽ LDFോ അറിയാതെ കോൺഗ്രസിനകത്ത് വലിയ തോതിലുള്ള ഒരു വിസ്ഫോടനം അല്ലെങ്കിൽ സ്ഫോടനാത്മകമായ അന്തരീക്ഷം രൂപപ്പെട്ടു വന്നു. കരുണാകരൻ ഞങ്ങളാരും ആവശ്യപ്പെട്ടിട്ടോ ചോദിച്ചിട്ടോ ഒന്നുമല്ല എന്നെ സഹായിക്കാൻ രംഗത്ത് വന്നു. അദ്ദേഹം രംഗത്ത് വന്നിട്ടില്ല, പക്ഷെ അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തകരും, അറിയപ്പെടുന്ന എല്ലാവരും കരുണാകരൻ നിന്ന് കോൺഗ്രസിൽ വിട്ടുപോവുകയും പിന്നെ തിരിച്ചു വരികയും ഒക്കെ ചെയ്ത കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതിൽ ഇപ്പോൾ ചില സാഹചര്യങ്ങളൊക്കെ നമുക്കറിയാം. അതാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഇപ്പോൾ അന്ന് ഇന്ത്യ വിഷനിൽ കമലാ സുരയ്യയുമായി സക്കറിയ ഒരു ദീർഘമായി ഇൻ്റർവ്യൂ നടത്തി. പിന്നെ പോളിങ്ങിന് കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ സക്കറിയുടെ അവസാനത്തെ ചോദ്യം, ചേച്ചിയുടെ വോട്ട്, അന്ന് കമലാ സുരയ്യ താമസിക്കുന്ന എറണാകുളത്താണ്, കടവന്ത്ര, ചേച്ചിയുടെ വോട്ട് ആർക്കാണ്? ഒരു നിർദോഷമായി സംസാരിക്കുന്ന ആളാണല്ലോ സുരയ്യ. അത് സെബാസ്റ്റ്യൻ പോളിന് എന്താ സംശയം, ഒരു നല്ല കുട്ടിയല്ലേ, അവരുടേതായ ആ രീതിയിൽ പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഒരു നമുക്ക് അനുകൂലമായ ഒരു വികാരം ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തു. ഇല്ല, അന്ന് കരുണാകരൻ്റെ ഒരു പ്രസംഗം ഉണ്ട്. അതിൻ്റെ കൂടെയാണ് അതിൻ്റെ ക്യാമ്പയിൻ ഒക്കെ അവസാനിക്കുന്ന സമയത്ത് എറണാകുളത്ത് വെച്ച് കരുണാകരനെ റിപ്പോർട്ടർമാർ കാണുന്നത്. TV ക്യാമറയൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ എനിക്ക് വോട്ട് ചെയ്യണം എന്നൊന്നും കരുണാകരൻ പറഞ്ഞിട്ടില്ല. അങ്ങയുടെ വോട്ട് ആർക്ക്, കാരണം അങ്ങയുടെ വോട്ട് ആർക്ക് എന്ന ചോദ്യം പ്രസക്തമായത് അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് ഇടഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ അല്ലെങ്കിൽ ആ ചോദ്യം കരുണാകരനോട് ചോദിക്കേണ്ട കാര്യമില്ല. ആ ചോദ്യത്തിന് അദ്ദേഹം നൽകിയ ഉത്തരം
ഒരു ചിരിയുണ്ടല്ലോ, ചിരിച്ചിട്ട് പറഞ്ഞു അത് ജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക്. അപ്പോൾ ആരാണ് ആ ജയിക്കുന്ന സ്ഥാനാർത്ഥി അങ്ങയുടെ മനസ്സിലുള്ളത് എന്ന് അടുത്ത ചോദ്യം. അപ്പോൾ അത് ആ ചർച്ച 3-4 ചോദ്യങ്ങൾ അങ്ങനെ വന്നല്ല. അപ്പോൾ അത് അവസാനിപ്പിക്കാൻ അദ്ദേഹം പറഞ്ഞത്, നിങ്ങളൊക്കെ ടി വിക്കാരല്ലേ. എന്നിട്ടത് വളരെ അർത്ഥപൂർണമായ ഒരു ചിരിയും ചിരിച്ചു. നിങ്ങളൊക്കെ ടി വിക്കാരല്ലേ എന്ന് വെച്ചാൽ നിങ്ങളൊക്കെ ടെലിവിഷൻ ക്യാമറയുമായി റിപ്പോർട്ടർമാരല്ലേ എന്നാണ് എൻ്റെ പ്ലെയിൻ മീനിങ്. ടി വി എൻ്റെ ചിഹ്നമാണെന്നുള്ളതാണ് എൻ്റെ രാഷ്ട്രീയ മീനിങ്. ഏതായാലും വലിയ തോതിലുള്ള പിന്തുണ പല കേന്ദ്രങ്ങളിൽ നിന്ന് എനിക്കുണ്ടായി. മാറാടും മുത്തങ്ങയൊക്കെ വിഷയമായി, അതെല്ലാം ചർച്ച ചെയ്യപ്പെട്ടു. ആ തെരഞ്ഞെടുപ്പിൽ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് 23,000 വോട്ടിന് ഭൂരിപക്ഷത്തിന് ഞാൻ ജയിച്ചു. ഡൽഹിയിലെത്തിയപ്പോൾ വാജ്പേയി ആണ് പ്രധാനമന്ത്രി. പക്ഷെ അതൊരു 4 മാസം മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും സഭ പിരിച്ചു വിട്ടു. പിന്നീടാണ് 2004 പ്രസിദ്ധമായ പൊതു തെരഞ്ഞെടുപ്പ് വന്നത്. അവിടെ ആ 6 മാസം മുമ്പ് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ എനിക്ക് 23,000 വോട്ടായിരുന്നു ഭൂരിപക്ഷമെങ്കിൽ ആ തെരഞ്ഞെടുപ്പിൽ 70,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടി. അത് എറണാകുളത്തെ സംബന്ധിച്ച് ഞാനൊരു വലിയൊരു വീരവാദം വീമ്പ് പറയുന്നതല്ല. CPM-നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇടതുപക്ഷ കക്ഷിക്കോ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, കാണാൻ പോലും പറ്റാത്തതാണ്. അതിൽ പിന്നീട് അത് സംഭവിച്ചിട്ടുമില്ല. അതിൽ പിന്നീട് ആരും ജയിച്ചിട്ടുമില്ല. അപ്പോൾ അന്ന് 4 മാസം ആയപ്പോഴേക്കും ആ സഭ പിരിച്ചു വിട്ടു. പിന്നെയാണ് 2004 തെരഞ്ഞെടുപ്പ്. അതിൽ ഒരു കോൺഗ്രസ്സുകാരൻ പോലും ഇല്ലാതെ മുഴുവനും ഇടതുപക്ഷമായിരുന്നു ലോക്സഭയിൽ. ലോക്സഭയിലെ ഇടതുപക്ഷ MP-മാരുടെ എണ്ണം 64 ആയിരുന്നു. അതിലൊരാൾ സ്പീക്കറായി, സോമനാഥ് ചാറ്റർജി. ബാക്കി 63. അതൊരു എന്താ പറയുക, നമ്മൾ ഈ സ്വപ്നതുല്യം എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരവസ്ഥയിലായി ഇടതുപക്ഷം. അന്ന് ചോദിച്ചിരുന്നെങ്കിൽ അന്ന് 4 MP-മാർക്കൊരു മന്ത്രി എന്നുള്ളതായിരുന്നു അന്നത്തെ ഫോർമുല. സോമനാഥ ചാറ്റർജിക്ക് ഉപപ്രധാനമന്ത്രിയാണോ എന്ന് പറഞ്ഞാൽ അപ്പം കൊടുക്കുമായിരുന്നു. PK വാസുദേവൻ നായർക്ക് കൃഷി എന്നൊക്കെ പറഞ്ഞ ആളുകൾ വകുപ്പ് പോലും അന്നവിടെ പറഞ്ഞു നടക്കുന്ന കാലമായിരുന്നു. പക്ഷെ അപ്പോഴാണ് മന്ത്രിസഭയിൽ ചേരുന്നില്ല എന്ന തീരുമാനം ഇടതുപക്ഷത്തിന് ഉണ്ടായത്. അതിനെ തുടർന്നാണ് സോമനാഥ ചാറ്റർജി സ്പീക്കറായി വേണം എന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിന് മാത്രം ആ ഒരു ഇളവ് അനുവദിച്ചു. അത് പിന്നീട് അദ്ദേഹത്തിന് തന്നെ വലിയ വിനയായി മാറുകയും ചെയ്തു. അദ്ദേഹത്തിനും വിനയായി, പാർട്ടിക്കും വിനയായി. പക്ഷെ അദ്ദേഹം നല്ല സ്പീക്കറായിരുന്നു. നമുക്ക് എല്ലാം പല അസൗകര്യങ്ങളുണ്ടാക്കുമെങ്കിൽ ഒരു സ്പീക്കർ എങ്ങനെ ഇരിക്കണം, സഭയിൽ എങ്ങനെ സംസാരിക്കണം, അതിനൊക്കെ ഒരു നല്ല മാതൃകയായിരുന്നു. ഈ പാർലമെൻറ്റ് തന്നെയായിരുന്നു ജ്യോതി ബസുവിനെ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടി നിർദ്ദേശം വരുന്നത്? അത് 96-ലായിരുന്നു. അതിനൊക്കെ ന്യായീകരണങ്ങൾ കാണുമായിരിക്കാം. പക്ഷേ നമ്മുടെ സാധാരണ മനസ്സുകൊണ്ട് ആലോചിക്കുമ്പോൾ അങ്ങനെയൊക്കെ വന്നിരുന്നെങ്കിൽ നന്നാകുമായിരുന്നില്ലേ എന്ന ചോദ്യമുണ്ട്. ഈ സോമനാഥ് ചാറ്റർജി സ്പീക്കറായതിൻ്റെ ഗുണം പിന്നീട് പാർട്ടിക്ക് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഉണ്ട്. ഇപ്പോൾ ഞങ്ങൾ ലോക്സഭയിലൂടെ നടക്കുമ്പോൾ അവിടുത്തെ സ്റ്റാഫ്, സാധാരണ ക്ലാസ് 4 എന്നൊക്കെ പറയാവുന്ന സ്റ്റാഫ്, അവർ നമ്മളോട് ചോദിക്കുന്നത് നിങ്ങൾ സ്പീക്കറുടെ പാർട്ടിയാണോ ചോദിക്കും. അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്നൊക്കെ പറഞ്ഞാലൊന്നും അവർക്കറിയില്ല. പക്ഷേ അവരോട് ആരോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് സ്പീക്കറുടെ ഒരു പാർട്ടിയുണ്ട്, ആ പാർട്ടിയിൽപ്പെട്ടവരാണ്. കാരണം ഞങ്ങളൊക്കെ സാധാരണ മനുഷ്യരെ പോലെ നടക്കുന്നു, മുണ്ടുടുത്ത് നടക്കുന്നു, ലോലപ്പന്തം പാടിനൊക്കെയാണല്ലോ, ഒരു ആർഭാടവും ഇല്ല. അപ്പോൾ എന്തൊരു പ്രത്യേകത ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായി. ആ പ്രത്യേകത ഈ സ്പീക്കറുടെ പാർട്ടിക്കാരായതുകൊണ്ടാണ് എന്നും മനസ്സിലായി. അപ്പോൾ ജ്യോതി ബാസു പ്രധാനമന്ത്രിയായിരുന്നെങ്കിലോ, ഒന്നുമില്ലെങ്കിലും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചെങ്കൊടി ഇന്ത്യ ഒട്ടേക്ക് എത്തിക്കാൻ കഴിയുമായിരുന്നില്ലേ. പക്ഷെ അതിന് വേറെ ചില ന്യായങ്ങൾ പാർട്ടിക്ക് അന്നുണ്ടായിരുന്നു, ഇന്നും കാണും. മറ്റു പലതിലും ഒന്ന പോലെ രാഷ്ട്രീയത്തിലും അവസരം എന്നത് ഒരിക്കലേ വരും. അത് പോയാൽ പോയി. പറവൂരിൽ ഒരു പൊതുസ്ഥാനാർത്ഥിയെ നിർത്തി തോൽപ്പിക്കും എന്നാണ് ഇപ്പം ചർച്ചകൾ നടക്കുന്നത്. അതായത് VD സതീശനെതിരെ ശക്തമായ നിലപാട്. VD സതീശനെതിരെ ഇത്രയും, അതായത് ചില സംഘടനാ നേതാക്കന്മാർ, ഇപ്പം വെള്ളാപ്പള്ളിയെ പോലുള്ള ആളുകൾ വളരെ ശക്തമായി എതിർക്കുന്നു. NSS ജനറൽ സെക്രട്ടറി എതിർക്കുന്നു. എല്ലാ ആളുകളും VD സതീശനെതിരെ വലിയ നീക്കം നടക്കുന്നു. പറവൂരിൻ്റെ ഒരു രാഷ്ട്രീയം വെച്ച് ഏറ്റവും അടുത്ത് പറവൂരിൻ്റെ രാഷ്ട്രീയം അറിയാവുന്നൊരു നിലയിൽ ചോദിക്കുകയാണ്, അവിടെ അത്തരത്തിലൊരു അട്ടിമറി ഉണ്ടാക്കാൻ പറ്റും? ഞാൻ പറവൂരുമായി പരിചയപ്പെടുന്നത് 1997 സ്ഥാനാർത്ഥി എന്ന നിലയ്ക്കാണ്.
അന്ന് പറവൂരെ സഹാക്കൾ എന്നോട് പറഞ്ഞു, എല്ലാം കഴിഞ്ഞപ്പോൾ 5000 വോട്ട് ലീഡ് നമുക്കുണ്ടാവും പറവൂർ. ആ 5000 വോട്ടിൻ്റെ ലീഡ് തന്നെ അവിടെ കിട്ടി. അക്കാലത്ത് ശിവൻപിള്ളയായിരുന്നു CPI അവിടുത്തെ MLA. പിന്നീട് P. രാജു വന്നു. എന്തെല്ലാം വന്നാലും പറവൂർ എന്നത് ഒരു ഇടതുപക്ഷ മണ്ഡലമാണ്, പ്രത്യേകിച്ച് CPM മണ്ഡലമാണ്. പക്ഷേ അത് CPI ആണ് കുറേ കാലമായിട്ടും ഇവിടെ മത്സരിക്കുന്നത്. പ്രഗത്ഭരായ പല ആളുകളും വന്ന് മത്സരിച്ചു, സാധിക്കുന്നില്ല. അപ്പോൾ പറവൂർകാരനല്ലാത്ത സതീശൻ അതിനിടയ്ക്ക് അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വരികയും ഇപ്പോൾ പറവൂരിൻ്റെ മണ്ണിലെത്തുമ്പോൾ എനിക്ക് കരച്ചിൽ അടക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ വികാര പ്രകടനങ്ങളൊക്കെ നടത്തുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഒരു പൊതു സ്ഥാനാർത്ഥിയെ നിർത്തുക എന്നൊക്കെ പറഞ്ഞാൽ ആരാണ് ഈ പൊതു സ്ഥാനാർത്ഥി എന്നൊരു ചോദ്യം കൂടി അവശേഷിക്കും. ഒരു കാര്യം തീർച്ചയാണ്, VD സതീശൻ അപരാജിതനല്ല, പരാജയപ്പെടുത്താൻ കഴിയാത്ത ആളുമല്ല. ശരിയായ രാഷ്ട്രീയ കരുനീക്കങ്ങൾ നടത്താൻ ഇടതുപക്ഷം തയ്യാറായാൽ സതീശനെ പറവൂർ പരാജയപ്പെടുത്താൻ കഴിയും. ഇതിലിപ്പോൾ ഈ CPM പ്രായപരിധി കാരണം കുറേ ആളുകളെ ഒഴിവാക്കുന്നു. അല്ല, വേണമല്ലോ. നമുക്ക് ആഗ്രഹം ഉള്ളവരും ആഗ്രഹം തീരെയില്ലാത്തവരും ഉണ്ട്. ഇപ്പോൾ K. ബാബു യാദൃശ്ചികമായിട്ട് തൃപ്പൂണിത്തുറ സ്ഥാനാർത്ഥി 1991 വന്ന് CPMൻ്റെ മണ്ഡലമാണത്. MM ലോറൻസ് എന്ന അധികായനെ പരാജയപ്പെടുത്തി. പിന്നീട് സ്വരാജനോട് അടുത്ത കാലത്ത് പരാജയപ്പെടുന്നത് വരെ അദ്ദേഹമാണ് തൃപ്പൂണിത്തുറയുടെ പര്യായം K. ബാബുവാണ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം പിന്മാറിയല്ലോ. ഇതിന് അബോധാവസ്ഥയിൽ കിടക്കൊന്നുമല്ലല്ലോ. നിയമസഭയിൽ ഇന്നലെയും അദ്ദേഹം സംസാരിച്ചു. അതൊരു നല്ല മാതൃകയാണ്. അല്ലാത്തവരെ ഒഴിച്ചു വിട്ടാലും കുറേ കാലം കഴിയുമ്പോൾ വീണ്ടും വരും. സുധാകരൻ്റെ ആ കൂട്ടത്തിലാണ്. ഒരിക്കലും ഒഴിവാക്കി വിട്ടതാണല്ലോ. അദ്ദേഹം പറയുന്നത് വീണ്ടും ഞാൻ വരുന്നു എന്ന് പറയുന്നു. വീണ്ടും ഞാൻ വരുന്നു. എനിക്ക് പറ്റിയ അബദ്ധങ്ങളിലൊന്ന്, പാർട്ടിയുടെ ചില നിലപാടുകൾ, നയങ്ങൾ, നിയമങ്ങൾ, അവയെക്കുറിച്ചൊക്കെ ഞാൻ ചില കാര്യങ്ങൾ തെറ്റായി ധരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്നെ സ്ഥാനാർത്ഥിയാക്കണം എന്ന് ഞാൻ ചെന്ന് ആരോടെങ്കിലും പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് രീതി അല്ല എന്നൊരു ധാരണ എങ്ങനെ എൻ്റെ പെട്ടുപോയി. ഞാൻ ഇതുവരെ ആരോടും പറയാത്തൊരു കാര്യമുണ്ട്. കഴിഞ്ഞ 2009 തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് പിണറായി വിജയനും VS-നും എതിരായിട്ട് PB നടപടി വന്നു. ആ നടപടി എടുത്ത് വൈകുന്നേരം പ്രകാശ് കാരാട്ട് പത്രസമ്മേളനം നടത്താനിരിക്കെ വെള്ളിയാഴ്ച മറ്റാണെന്ന് തോന്നുന്നു, ഞാൻ എറണാകുളത്തേക്ക് പോരുന്നതിന് പ്ലെയിനിൽ കയറി. പിന്നെ സീറ്റ് നമ്പർ നോക്കി അടുത്ത് ചെന്നിരുന്നപ്പോൾ തൊട്ടടുത്ത സീറ്റ് പിണറായി വിജയനാണ്. അതിനേക്കാൾ ഒരു സുവർണാവസരം ഒരാൾക്ക് കിട്ടാനില്ലല്ലോ. എനിക്കൊരു 3-4 മണിക്കൂർ അദ്ദേഹം കഴിഞ്ഞിട്ട് പോകില്ലല്ലോ, എന്നെ ഇറക്കി വിടുകയില്ലല്ലോ. ഞങ്ങൾ രണ്ടുപേരും അടുത്തടുത്ത സീറ്റിലാണ്. അപ്പോൾ ഈ PB നടപടിയൊക്കെ കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ അത്ര നല്ലതായിരിക്കില്ല എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ വളരെ സൗമ്യമായി ചില പ്രശ്നങ്ങളും വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ അവിടെ വെച്ച് എനിക്കൊരു വാക്ക് പറയാമായിരുന്നു. തിരഞ്ഞെടുപ്പ് വരുന്നു സഖാവേ, അല്ലെങ്കിൽ എന്താണ് വിളിക്കേണ്ടത്, എൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ഇനി ഞാൻ അങ്ങനെ പറയാതിരുന്നത് എൻ്റെ വലിയ അഹങ്കാരമായിട്ട് അദ്ദേഹം എടുത്തിട്ടുണ്ടോ എന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അത് സംഭവിക്കാമല്ലോ. പിന്നെ ഇത്രയും നേരം എൻ്റെ അടുത്തിരുന്നിട്ട് തിരഞ്ഞെടുപ്പ് വരികയാണല്ലോ, സ്ഥാനാർത്ഥി നിർണ്ണയം വരാൻ പോകുന്നു, എന്നെ ഒന്നും പരിഗണിക്കണമെന്നും പറഞ്ഞില്ലല്ലോ എന്നും തോന്നാൻ വേണമെങ്കിൽ എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ അത്തരം കൊച്ചു കാര്യങ്ങളൊക്കെ അതിനൊക്കെ അതീതമായി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിനുള്ള തത്വങ്ങളും സിദ്ധാന്തങ്ങളും എല്ലാം ആവിഷ്കരിച്ചിട്ടുള്ള പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, CPM പ്രത്യേകിച്ചും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പെരുമാറിയാൽ അത് ചിലപ്പോൾ അപകടത്തിൻ്റെ കാരണമാകും എന്ന് വന്നാൽ ഇനി പ്രൊപ്രൈറ്റി എറ്റിക്കറ്റ് എന്നൊക്കെ പറയുന്നതിന് അർത്ഥമില്ലാതാവുമല്ലോ. ഈ പാർട്ടിയിൽ വളരെ പ്രതീക്ഷയോടുകൂടി സെക്രട്ടറി ആയാളാണ് MP ഗോവിന്ദൻ. അപ്പം സാറ് പാർട്ടിയായിട്ട് അടുക്കുന്ന സമയത്ത് ചടയം ഗോവിന്ദനായിരുന്നു. ചടയം ഗോവിന്ദനിൽ നിന്ന് MP ഗോവിന്ദൻ എത്തുമ്പോഴേക്ക് ഈ പാർട്ടിയുടെ തലവൻ എന്നല്ലേ സംസ്ഥാനത്തെ ഏറ്റവും ശക്തനായ ആൾ പാർട്ടി സെക്രട്ടറി ആണല്ലോ. ഈ സെക്രട്ടറിക്കുണ്ടായ അപജയത്തെ ശരിക്കും എങ്ങനെയാണ് വിലയിരുത്തുന്നത്? രണ്ട് ഗോവിന്ദന്മാരും തമ്മിൽ ഒരു താരതമ്യത്തിന് ഒരർത്ഥമില്ല.
ഇദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പാർട്ടിയിൽ കേന്ദ്രീകരിക്കേണ്ട അധികാരം സർക്കാരിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയിൽ അപ്പോൾ മറ്റൊരു അധികാര കേന്ദ്രമാണ്. അതാണ് ശരിയായ ഫലപ്രദമായ അധികാര കേന്ദ്രം. അതുകൊണ്ട് എം വി ഗോവിന്ദന് പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ ചില പരിമിതികളുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിലും വാക്കുകളിലും നമ്മൾ കാണുന്നുമുണ്ട്. ഈ ന്യൂനപക്ഷങ്ങൾക്ക് ഏറ്റവും വിശ്വാസം ഉണ്ടായിരുന്നൊരു പാർട്ടിയായിരുന്നു ഒരു കാലത്ത്. ഇപ്പോൾ ന്യൂനപക്ഷങ്ങൾക്ക് ഒട്ടും വിശ്വാസമില്ലാത്ത പാർട്ടിയായിട്ട് ഇത് മാറി. ഇത് വളരെ മനഃപൂർവ്വം ഭൂരിപക്ഷ വർഗീയതയെ കൂട്ടുപിടിച്ച് വീണ്ടും അധികാരത്തിൽ വരാൻ വേണ്ടി നടത്തുന്ന ശ്രമത്തിൻ്റെ ഭാഗമാണോ? അല്ല, അത് ഒരു കൺഫ്യൂഷൻ അങ്ങനെ നമ്മൾ സ്വയം ഉണ്ടാക്കുന്നതാണ്. ആരെ കൂട്ടുപിടിച്ചാലാണ് അധികാരത്തിൽ വരാൻ കഴിയുക എന്നുള്ളത്. ന്യൂനപക്ഷങ്ങൾക്ക് അവരുടേതായ പ്രശ്നങ്ങളുണ്ട്. അത് ബേസിക് ആയിട്ട് തന്നെ ഇപ്പോൾ ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ ഒരു വിഭാഗമാണ് ക്രിസ്ത്യാനികൾ. ക്രിസ്ത്യാനികൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുമായിട്ടോ കമ്മ്യൂണിസവുമായിട്ടോ അടുക്കാൻ കഴിയില്ല. അത് സ്വാഭാവികമായ തടസ്സമുണ്ട്. പിന്നെ മുസ്ലിങ്ങളാണ്. അവർക്കും മതപരമായ വിശ്വാസത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു ശരിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള തീവ്രതയുള്ള കമ്മ്യൂണിസ്റ്റുകാരാകണമെന്ന് അവർക്ക് കഴിയില്ല. ആ രണ്ട് കൂട്ടരെയും കൂടെ നിർത്തണം. അതോടൊപ്പം തന്നെ ഭൂരിപക്ഷ സമുദായങ്ങളെയും കൂടെ നിർത്തണം. അതൊക്കെ വിജയകരമായി നടത്തിക്കൊണ്ടു പോകാൻ പണ്ട് കഴിഞ്ഞിരുന്നു. ഇപ്പോൾ എന്ത് പറ്റി? ഇപ്പോൾ BJP യുടെ ഒരു ഇടപെടലുണ്ട്. ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും തമ്മിൽ തെറ്റിക്കുക. അതിലവരേതാണ്ട് വിജയിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ പരസ്പരമുള്ള ഇതെല്ലാം ഒരു പ്രത്യേക ബാലൻസിൽ ഒരുമിച്ച് പോയിരുന്നവരെയൊക്കെ അകറ്റുക എന്ന ഒരു തന്ത്രം BJP ഫലപ്രദമായി പ്രയോഗിക്കുമ്പോൾ CPM അതിനെതിരെ എന്ത് ചെയ്യുന്നു എന്നുള്ള ചോദ്യമുണ്ട്. ഇപ്പോൾ JB കോശി കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് ഇപ്പോഴാണ് തീരുമാനം വന്നത്. ക്രൈസ്തവരെ സംബന്ധിച്ച്, ക്രൈസ്തവ സഭകളെ സംബന്ധിച്ച് അതൊരു വലിയൊരു വിഷയം ആയി. പരസ്യപ്പെടുത്താത്ത കമ്മീഷൻ ശുപാർശകൾ എന്തെന്ന് പോലും നമുക്കറിയില്ല. പക്ഷെ അത് വലിയ വിഷയമായി മാറി. അതങ്ങനെയൊന്നും ആക്കാനായിട്ട് കാത്തു നിൽക്കാൻ പാടില്ലായിരുന്നു. അപ്പോൾ ഈ സോഷ്യൽ എൻജിനീയറിങ്ങിൻ്റെ ഭാഗമായി നമ്മൾ കാണുന്ന ഈ സോഷ്യൽ ഇക്വേഷൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ പാർട്ടി ഭംഗിയായി മാനേജ് ചെയ്ത കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ എവിടെയോ ഒരു പാളിച്ച നമ്മൾ കാണുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ കൂട്ടി വായിക്കേണ്ട ഒരു മറ്റൊരു വിഷയം ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടാണ്. അന്ന് സർക്കാർ വളരെ വ്യക്തമായൊരു നിലപാട് സ്വീകരിക്കുകയും ആ നിലപാട് എന്തായാലും ഞങ്ങൾ നേരിടാൻ തയ്യാറാണ് എന്നുള്ളൊരു നിലപാട്. പക്ഷേ ഇപ്പോൾ നേരെ അതിൽ വെള്ളം ചേർക്കുകയാണ്. CPM എന്താണ് അതിൽ ഒരു വ്യക്തത ഇതുവരെ വരുത്തിയില്ലെങ്കിൽ പോലും ഏറെക്കുറെ വ്യക്തമാണ് നിലപാട് മാറുന്നു എന്നുള്ളത്. അല്ല, ശബരിമലയെക്കുറിച്ച് വളരെ തെറ്റായ ധാരണയും വിലയിരുത്തലും ആണ് CPM ഉൾപ്പെടെയുള്ള പാർട്ടികൾക്ക് ഉണ്ടായിട്ടുള്ളത്. ശബരിമല ഇങ്ങനെ ആളിക്കത്തി നിൽക്കുമ്പോഴല്ലേ ഇപ്പോഴത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. അതെ, CPMന് 99 സീറ്റായിരുന്നു. അതെങ്ങനെ കിട്ടി? അപ്പോൾ എല്ലാ വോട്ടർമാരും ശബരിമലയെ അടിസ്ഥാനമാക്കി ശബരിമല സ്വാമിയുടെ അയ്യപ്പൻ്റെ ശാപം CPM ഏറ്റുവാങ്ങി എന്നൊക്കെ പറയുന്നതിന് അർത്ഥമില്ലല്ലോ. അപ്പോൾ BJP എന്തെങ്കിലും പറയുക, അല്ലെങ്കിൽ അവരെ അനുകൂലിക്കുന്ന മാധ്യമങ്ങൾ എന്തെങ്കിലും പറയുക, അതനുസരിച്ച് നമ്മളും ഭയപ്പെടുക. അങ്ങനെ ഭയപ്പെടേണ്ട പാർട്ടിയല്ല CPM. ശബരിമലയിൽ സ്വീകരിച്ച നിലപാട് സൈദ്ധാന്തികമായി തത്വാധിഷ്ഠിതമായി ഞങ്ങൾ സ്ത്രീ പ്രവേശനത്തിന് അനുകൂലമാണ് എന്ന് പാർട്ടി പറയണം. പക്ഷെ പാർട്ടിയല്ലല്ലോ ഭരിക്കുന്നത്. ഗവൺമെൻറ് തീരുമാനമുണ്ട്. ആ തീരുമാനത്തിൻ്റെ ശരിയും തെറ്റും നിശ്ചയിക്കുന്നത് സുപ്രീം കോടതിയാണ്. ഇതവിടെ സുപ്രീം കോടതി ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ അതിനോട് യോജിക്കുന്നു. അത്ര വലിയ വിഷയമുള്ളൂ. ബലം പ്രയോഗിച്ച് രാത്രിയിൽ അവിശ്വാസികളായ സ്ത്രീകളെ മലക്ക് കയറ്റുക, അത് ആ ഉത്തരവാദിത്വം ഒന്നും ഗവൺമെൻറ്റിനെ അനുവദിപ്പിച്ചിട്ട് സുപ്രീം കോടതി പറഞ്ഞിട്ടുമില്ല. അങ്ങനെ നാമജപഘോഷയാത്രയും വലിയ പ്രക്ഷോഭങ്ങളും എല്ലാം ഉണ്ടായതിന് ശേഷം നടന്ന 5 വർഷം മുമ്പ് നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അസാധാരണമായ രീതിയിൽ 99-100 സീറ്റുകൾ നേടിക്കൊണ്ടാണ് അപ്പോഴും ശബരിമല അപ്പോഴുണ്ടല്ലോ അവിടെ. അയ്യപ്പസ്വാമിയും തീർത്ഥാടകരും എല്ലാവരും അവിടെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ എന്തിനാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഭയപ്പെടുന്നത് എന്തിനാണ്? ആ ഭയത്തിനൊന്നും ഒരു അടിസ്ഥാനവുമില്ല. സ്വർണത്തിൻ്റെ അപഹരണം എന്നൊക്കെ പറയുന്നത് ഗൗരവമുള്ള വിഷയമാണ്. അവിടെ മുഖം നോക്കാതെ ഹൈക്കോടതിയുടെ സഹായം കൂടി ഉണ്ടല്ലോ, ഹൈക്കോടതി കൊണ്ടിൻ്റെ മേൽനോട്ടം കൂടി ഉണ്ടല്ലോ.
ഹൈക്കോടതി പറയുന്നതനുസരിച്ച് ശക്തമായ നിലപാടുകൾ, പാർട്ടി നേതാവ് ജയിലിലായാൽ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തണം, അതിനെന്താ ബുദ്ധിമുട്ടുള്ളത്? അപ്പം അങ്ങനെ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നതിന് പകരം, വിശ്വാസ്യത നിലനിർത്തിക്കൊണ്ട് മാനേജ് ചെയ്യുന്നതിന് പകരം എതിരാളികൾ പ്രചരിപ്പിക്കുന്ന കഥകൾ കേട്ട് അമ്പരക്കുകയും ഭയപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് പാർട്ടി പോകുന്നത് ശരിയല്ല. നിയമസഭയിലേക്ക് 100 സീറ്റ് കിട്ടിയെങ്കിൽ ലോക്സഭയിലേക്ക് ജനങ്ങൾ സീറ്റ് നൽകാതിരുന്നത് അത് അയ്യപ്പൻ്റെ പേരിലൊന്നുമല്ല, അതിന് വേറെ കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ കണ്ടുപിടിക്കണം. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തോൽക്കുമ്പോൾ അതിൻ്റെതായ കാരണം കണ്ടുപിടിക്കണം, ജയിക്കുമ്പോഴും അതിൻ്റെതായ കാരണം കണ്ടുപിടിക്കണം. എല്ലാം നമ്മൾ എവിടെയെങ്കിലും എല്ലാം ശബരിമലയിൽ എന്ന് പറഞ്ഞാൽ ശരിയാവില്ല.